പാകിസ്ഥാനെതിരെയുള്ള ഏരിയൽ സ്ട്രൈക്സ് ഇന്ത്യ നടത്തി അവസാനിപ്പിച്ചതിനു ശേഷം അതിന്റെ ഡീറ്റെയിൽഡ് ബ്രീഫിംഗ് ചില മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തു വന്നു. ഇതിൽ നമ്മുടെ ഇന്ത്യ ചെയ്ത വളരെ ബോൾഡായ മൂവ് എന്താണെന്ന് അറിയണ്ടേ? ഇന്ത്യൻ സൈന്യത്തിലെ 2 വനിതാ ഉദ്യോഗസ്ഥരെയാണ് ഈ ബ്രീഫിംഗിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തത്. ഈ ഓപ്പറേഷൻ സിന്ധൂർ മുതൽ ബ്രീഫിംഗ് വരെയുള്ള കാര്യങ്ങൾ, ഇവയ്ക്കിടയിലുള്ള എല്ലാ കാര്യങ്ങളും സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയായിരുന്നു. അതിന് കാരണവും ഈ പെഹൽഗാമിലെ സംഭവം തന്നെയാണ്. ഇതിപ്പോൾ നടന്ന് അവസാനിച്ചു. ഇതിനുശേഷം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ആക്രമിച്ചത്, എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കി, എല്ലാം ഈ മീറ്റിംഗിൽ പറഞ്ഞു. കൂടാതെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ ഏത് സമയം വേണമെങ്കിലും അവിടെ എന്ത് പ്രശ്നം വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ LOCയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ഹൈ അലേർട്ട് നൽകിയിട്ടുണ്ട്. ഇവയെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇന്ത്യൻ സൈനികരുടെ നേതൃത്വത്തിൽ ഈ 2 സൈനിക വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഒരു ആക്രമണത്തിന് പുറകിലെ ബ്രീഫിംഗ് പുറത്തുവിട്ടത്. ഞങ്ങൾ എന്തെല്ലാം ചെയ്തു, ഏതെല്ലാം രീതിയിൽ ആക്രമണം നടന്നു, ഏത് പ്ലാറ്റ്ഫോംസ് ആണ് ഉപയോഗിച്ച് ആക്രമണം ചെയ്തത്, ഇങ്ങനെ വളരെ വിശദമായി എല്ലാം പറഞ്ഞു. ഇവരുടെ ഒരു ബ്രീഫിംഗ് അവസാനിച്ചതിന് ശേഷം ഇവരുടെ ബോൾഡ് മൂവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ വരാൻ തുടങ്ങി. ഈ ഓപ്പറേഷൻ സിന്ധൂർ അല്ലെങ്കിൽ ആ ഒരു പേരിന് കാരണം തന്നെ അത്രയും പേരെ കൊല്ലുകയും അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയതിന് ഒരു പ്രതികാരം വീട്ടുന്ന രീതിയിലായിരുന്നു ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേര് നൽകിയത്. അപ്പോൾ ഈ ആക്രമണവും അവസാനിച്ചതിന് ശേഷം 2 വനിതാ ഓഫീസേഴ്സിനെ കൊണ്ടുവന്ന് മീറ്റിംഗിൽ എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് സത്യത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പറയണമെന്നേ അറിയില്ല. വളരെ വളരെ ബോൾഡായ ഒരു മൂവ് തന്നെയാണ്. ഇനി നമുക്ക് ആ ലിസ്റ്റ് നോക്കാം. 9 സ്ഥലങ്ങളിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞു. ഏകദേശം 100 കിലോമീറ്ററാണ് നമ്മൾ മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്തത്. ഈ 9 സ്ഥലങ്ങളിൽ എത്രത്തോളം പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാനാണ് ഇവിടെ നടത്തിയത് എന്നുള്ളത് ഇപ്പോൾ അറിയാം. ആദ്യത്തേത് സവായ് നല ക്യാമ്പ്. മുസാഫറാബാദിലാണ് ഈ ഒരു പ്രദേശമുള്ളത്. പാകിസ്ഥാനിൽ നിന്ന് 30 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശം. ലഷ്കർ-ഇ തോയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട ട്രെയിനിങ് ഫെസിലിറ്റി, കൂടാതെ അവരുടെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റർ കൂടെയാണ്. ഇത് പുറമേ കാണാൻ ഒരു സിവിലിയൻ ബിൽഡിംഗ്സ് പോലെയൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നതെങ്കിലും ഇതിനടിയിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. ഹൂത്തികൾ എങ്ങനെയാണ് ഒരുപാട് അണ്ടർഗ്രൗണ്ട് സ്ട്രക്ചേഴ്സ് നിർമ്മിച്ചത്, അതുപോലെ സമാനമായ ഒരു സ്ട്രക്ചർ ഈ പ്രദേശത്തിനടിയിൽ ഇവർ നിർമ്മിച്ചിരുന്നു. ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിൽ ട്രെയിനിങ് എടുത്ത തീവ്രവാദികളായിരുന്നു നമ്മുടെ സൈനികർക്കെതിരെ യുദ്ധം ചെയ്തത്. 2024 ഒക്ടോബർ മാസം 24-ാം തീയതി ഗുൽമാർഗിലും 2025 പെഹൽഗാമിലും ഇവർ ആക്രമണം നടത്തി. അടുത്തത് സൈഡ്ന ബിലാൽ ക്യാമ്പ്. പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിനടുത്തുള്ള ഒരു പ്രദേശം. ജെയ്ഷെ മുഹമ്മദിന്റെ വളരെ പ്രധാനപ്പെട്ട വെപ്പൺസ് എക്സ്പ്ലോസീവ് ഗുഡൌൺ ആണ്. ഇത് പ്രധാനമായും IED ഡിവൈസസ്, അവർക്ക് ആവശ്യമായ അമ്മുനേഷൻ ഡ്രോൺസ്, അവർക്ക് ആവശ്യമായ അമ്മുനേഷൻ റൗണ്ട്സ്, ഇനി ചെറിയ ബോംബുകൾ, ഇങ്ങനെ പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരിൽ നിന്നും ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്ന തീവ്രവാദികൾ എല്ലാവർക്കും ഇതൊരു സെൻട്രൽ ഹബ്ബായിരുന്നു. ഇവിടെ നിന്നാണ് ഈ ആയുധങ്ങളെല്ലാം ഡീലറുടെ കൈകളിലേക്ക് പോവുകയും അവിടെ നിന്ന് ഈ തീവ്രവാദികളുടെ കൈകളിലേക്ക് വരികയും ചെയ്യും. അതായത് അതിർത്തി കടന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവരുടെ പദ്ധതി ആയുധങ്ങളുമായി ആരും നുഴഞ്ഞു കയറാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ കയ്യിൽ ആയുധമുണ്ടെങ്കിൽ അവരെ എല്ലാം വെടിവെച്ച് കൊല്ലാനുള്ള ഒരു അവകാശം അല്ലെങ്കിൽ ഒരു അധികാരം സൈന്യത്തിനുണ്ട്. അപ്പോൾ സാധാരണ സിവിലിയൻസ് രീതിയിൽ അകത്തേക്ക് വരുന്ന ഈ ഭീകരവാദികൾ അതിർത്തി കടന്നു വരുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഇങ്ങനെ ആയുധങ്ങൾ ഒന്നുമില്ലാതെ അകത്തേക്ക് വരുന്ന ഭീകരവാദികൾ അവിടെ ഈ ഡീലേഴ്സ് വഴി ലഭിക്കുന്ന ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യക്ക് എതിരെ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള അറ്റാക്സ് എല്ലാം നടത്തുന്നത്. അടുത്തത് ഗുൽപൂർ ക്യാമ്പ്. കൊട്ലിക്ക് അടുത്തുള്ള പ്രദേശം. LOCയിൽ നിന്ന് 30 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശം. ഇത് ലഷ്കർ-ഇ തോയ്ബയുടെ വളരെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പാണ്. ഇവിടെ ട്രെയിനിങ് ലഭിച്ച തീവ്രവാദികളാണ് 2023 ഏപ്രിൽ മാസം 20-ാം തീയതി പൂഞ്ചിലും 2024 ജൂൺ മാസം 9-ാം തീയതി പിൽഗ്രിംസിലും, അതായത് തീർത്ഥാടകർക്ക് നേരെ നടത്തിയ ആക്രമണത്തിനും ഇവരാണ് കാരണക്കാർ. ഈ ഒരു പ്രദേശവും ഇന്ത്യയുടെ ലിസ്റ്റിൽ വന്നു. അടുത്തത് ബർനാല ക്യാമ്പ്. LOCയിൽ നിന്നും 9 കിലോമീറ്റർ അകലെയുള്ള പ്രദേശം. ഇതും ഈ തീവ്രവാദ സംഘടനകൾക്ക് ആവശ്യമായ വെടിമരുന്നുകൾ നിർമ്മിക്കുന്ന കേന്ദ്രമാണ്. സാധാരണ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു വയ്ക്കുന്നത് ഒരു രീതിയാണ്, എന്നാൽ വേരിയസ് കെമിക്കൽ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് എക്സ്പ്ലോസീവ്സ് നിർമ്മിക്കുന്നത് മറ്റൊരു രീതിയാണ്. ഇങ്ങനെ കെമിക്കൽ കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അടുത്തത് കൊട്ലി അബ്ബാസ്. LOCയിൽ നിന്നും 13 കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു പ്രദേശം. ഇവിടെ ഇന്നലെ രാത്രി മാത്രം 15 തീവ്രവാദികളെ ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതും അന്നത്തെ ദിവസം അവരുടെ ട്രെയിനിങ്ങിനായി വന്നവരായിരുന്നു. അടുത്തത് സർജാൽ ക്യാമ്പ്. ഇത് സിയാൽകോട്ടിലുള്ള ഒരു പ്രദേശമാണ്. ഇത് ഇന്റർനാഷണൽ ബോർഡറിൽ നിന്നും 6 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശമാണ്. ഇവിടെ നടത്തിയ ആക്രമണത്തിൽ 8-ലധികം തീവ്രവാദികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് മാസം 2025
4 സുരക്ഷാ സൈനികരെ തീവ്രവാദികൾ കൊന്നിരുന്നു. ഈ സംഭവത്തിൽ ബന്ധപ്പെട്ട തീവ്രവാദികളെ ഈ ക്യാമ്പിൽ വെച്ച് ന്യൂട്രലൈസ് ചെയ്തുവെന്ന് ഇന്ത്യയുടെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. അടുത്തത് മെഹ്മൂന ജോയ ക്യാമ്പ്. സിയൽകോട്ടിലുള്ള ഹിസ്ബുൾ മുജാഹിദിന്റെ വളരെ സ്ട്രോങ്ങസ്റ്റ് ഹോൾഡ് ആണ്. കാരണം അവർക്ക് അത്രത്തോളം അവിടെ സുരക്ഷയും അധികമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. ഇത് എത്രത്തോളം സിഗ്നിഫിക്കന്റ് ആയ ഒരു മൂവാണെന്ന് ചോദിച്ചാൽ, പത്തൻകോട്ട് ആക്രമണം നടന്നല്ലോ. ഈ ആക്രമണത്തിന്റെ പദ്ധതി, അതിന്റെ എക്സിക്യൂഷൻസ് എല്ലാം പൂർണ്ണമായും ഈ സ്ഥലത്തു നിന്നാണ് പാകിസ്ഥാൻ സ്പോൺസർ ടെററിസ്റ്റ് ചെയ്തത്. അടുത്തത് മർക്കസ് തൈബ. മൃഡ്ഖിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് സെന്റർ ആണിത്. 2008 മുംബൈ ഭീകരാക്രമണത്തിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരായ അജ്മൽ ഖസാബ്, ഡേവിഡ് ഹെഡ്ലി ഇതുപോലുള്ള വ്യക്തികൾ, ഈ ഹൈ പ്രൊഫൈൽ ടെററിസ്റ്റ്, ഇവർക്കെല്ലാം പരിശീലനം നൽകുന്നത് ഈ ട്രെയിനിങ് ഫെസിലിറ്റിയിലാണ്. അവസാനമുള്ളത് മർക്കസ് ശുഭൻ അല്ല, ബഹവൽപൂരിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഓഫീസാണ്. ഇതിനെയും ഈ സ്ട്രൈക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ഈ 3 സംഘടനകൾ, ലഷ്കർ-ഇ തയ്യിബ, ഹിജാബുൽ മുഹമ്മദ്, ജെയ്ഷെ മുഹമ്മദ്, ഈ 3 ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട 9 സ്ഥലങ്ങളാണ് ആക്രമിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ട നഷ്ടങ്ങൾ സംഭവിച്ചത് ജെയ്ഷെ മുഹമ്മദിനും ലഷ്കർ-ഇ തയ്യിബയ്ക്കും സംഭവിച്ചിട്ടുണ്ട്. ഹിജാബുൽ മുഹമ്മദ് എന്ന ഓർഗനൈസേഷന് 2-3 സ്ഥലങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിലും ഹെവിയസ്റ്റ് ലോസ് മറ്റ് 2 ഓർഗനൈസേഷനാണ് സംഭവിച്ചത്. കൂടാതെ അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരു ട്രാവൽ അഡ്വൈസറി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ അമേരിക്കക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സുരക്ഷയുള്ള പ്രദേശങ്ങളിലേക്ക് പോവുക. രാത്രി സമയങ്ങളിൽ പുറത്തേക്ക് വരികയോ അല്ലെങ്കിൽ ഒരു കണ്ടസ്റ്റഡ് സോണിൽ നിങ്ങൾ പുറത്തേക്ക് വരുന്നതൊക്കെ ഒഴിവാക്കണം. കഴിയുന്നത്ര അമേരിക്കയിലേക്ക് തന്നെ തിരികെ വരണം എന്നുള്ള ഒരു അറിയിപ്പ് നൽകിയിട്ടുണ്ട്. LOCയിൽ സാധാരണ ഇങ്ങനെയുള്ള സംഘർഷങ്ങൾ പതിവാണ്. പക്ഷെ ഇവിടെ വലിയൊരു കാര്യമായി പോയിക്കൊണ്ടിരിക്കുന്നത് 5 ഫൈറ്റർ ജെറ്റ്സിനെ ഞങ്ങൾ വീഴ്ത്തിയെന്ന് പാകിസ്ഥാൻ അവകാശവാദം നടത്തി. ഇന്ത്യ ഇതിനെക്കുറിച്ച് യാതൊരു പ്രതികരണവും നൽകിയില്ല. എന്നാൽ ഒരുപാടിടങ്ങളിൽ ഒരുപാട് ഫുട്ടേജസ്, ഒരുപാട് ഫോട്ടോസും ലഭിക്കുന്നുണ്ട്. ഇതിൽ പകുതിയിലേറെയും വ്യാജമാണ്. 2019 സംഭവിച്ചതും അതിന് മുൻപ് നടന്ന സംഭവങ്ങളുടെ ചിത്രങ്ങളും ഒക്കെ എടുത്ത് ഇവിടെ സർക്കുലേറ്റ് ചെയ്യുകയാണ്. ക്രിറ്റിസിസം എന്നത് സാധാരണ ഒരു കാര്യമാണ്. പലരും പല രീതിയിൽ പലരെയും ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇന്ത്യയുടെ ആർമിയെ, എയർഫോഴ്സിനെ, വ്യോമസേനയെ, ഇവരെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ് ന്യായമാവുക? ഇതൊക്കെ ഏത് രീതിയിൽ, ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ഇതൊക്കെ ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത്? ഇത്രയേറെ വലിയൊരു സംഭവം ഇന്ത്യൻ വ്യോമസേന ചെയ്തു. ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. പാകിസ്ഥാനുള്ളിൽ ചെന്ന് ഒരു സ്ട്രൈക്ക് നടത്തുക. പക്ഷെ അതുപോലും ക്രിട്ടിസൈസ് ചെയ്യുന്ന പലരുമുണ്ട്. പാകിസ്ഥാന് സപ്പോർട്ടായി സംസാരിക്കുന്നു. സത്യത്തിൽ നിങ്ങളൊക്കെ ഏത് മാനസികാവസ്ഥയിലാണെന്ന് മനസ്സിലാകുന്നില്ല. സിവിലിയൻ കാഷ്വാലിറ്റീസ് അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നത്ര സിവിലിയൻ കാഷ്വാലിറ്റീസ് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാകണം. സിവിലിയൻ ബിൽഡിംഗ്സിനെ ലക്ഷ്യം വെച്ച് ആക്രമിക്കുന്നതിനും സിവിലിയൻസ് കാഷ്വാലിറ്റീസ് കുറയ്ക്കുന്ന രീതിയിൽ ടെററിസ്റ്റിനെതിരെയുള്ള സ്ട്രൈക്ക് നടത്തുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനൊരു ഉദാഹരണം വേണമെങ്കിൽ ഇസ്രായേൽ നടത്തുന്ന സ്ട്രൈക്കുകൾ നിങ്ങൾക്കറിയാമല്ലോ, അത് തന്നെയാണ്. പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചേയില്ല. ഇതുപോലും പലരും ഒപ്പോസ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ പല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും ഈ മാധ്യമങ്ങൾക്ക് താഴെ വരുന്ന കമന്റ്സ്, അല്ലെങ്കിൽ ഇതുപോലെ പല യൂട്യൂബ് ചാനൽസിന് താഴെ വരുന്ന കമന്റ്സുകളൊക്കെ നോക്കിയാൽ മനസ്സിലാകും. ഇതിനു വേണ്ടി തന്നെ ചില കാറ്റഗറി പീപ്പിൾസ് ഉണ്ട്. അതിനാൽ കഴിയുന്നത്ര ഇക്കാര്യത്തിൽ മിസ് ഇൻഫർമേഷൻസ് പങ്കിടുന്നത് ഒഴിവാക്കുക. ഇന്ത്യൻ ആർമി നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനെ ക്രിട്ടിസൈസ് ചെയ്യാം, അതൊന്നും ആരും ചോദിക്കാൻ പോകുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഫ്രീഡം, അവകാശമാണ്. പക്ഷെ ഇന്ത്യൻ ആർമി ഇതിനുള്ളിലേക്ക് കൊണ്ടുവരരുത്. അവർ ചെയ്യുന്ന ജോലികളെ തരം താഴ്ത്തി സംസാരിക്കുക, ഇതൊക്കെ വളരെ മോശമായ കാര്യമാണ്. ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.